Good morning. How are you? How are you? Oh, I am fine. Very good. We are all fine. അല്ലേ? എല്ലാവർക്കും ഫൈൻ. നല്ല സുഖം അല്ലേ? ഇഷ്ടം പോലെ കളിക്കാം, ഏതിലെ വേണമെങ്കിലും കൂടി നടക്കാം. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ക്ലാസ് കാണാറുണ്ടോ? വർക്ക് ചെയ്യാറുണ്ടോ? ഇവിടെ കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് കുട്ടികൾ. നിങ്ങൾ UKG മക്കളാണ്. നിങ്ങൾ LKG ഒരു വർഷം ഇരുന്ന് പഠിച്ച് വന്ന മക്കളാണ്. അപ്പോൾ എത്ര പഠിക്കണം നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾക്കറിയാം. LKG മക്കൾക്കാണെങ്കിൽ അതറിയില്ല. അപ്പോൾ നിങ്ങളത് വേണ്ട വിധത്തിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? പഠിക്കുന്നുണ്ടോ എല്ലാവരും? ഓഹോ, അൽഫീദ് പഠിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് നിന്ന് എന്തോ പറയുന്നുണ്ടല്ലോ. അൽഫീദേ പഠിക്കുന്നുണ്ടോ? ഓ, അജ്വദോ എഴുതുന്നുണ്ട്. നല്ല കുട്ടികൾ. നിങ്ങളൊക്കെ എന്നും വർക്ക് ചെയ്ത് അയക്കാറുണ്ട്. വർക്ക് ചെയ്യാത്ത കുറേ മടിയന്മാരുണ്ട്, കുറേ മടിച്ചുകളുമുണ്ട്. അമ്മേൻ്റെ മടി കയറിയിരിക്കുക, ക്ലാസ് കാണുക, എന്നിട്ട് ഒരു ഒറ്റ ഓട്ടം, പകുതി കാണുമ്പോൾ എഴുന്നേറ്റ് പോവുക അല്ലേ? അങ്ങനെയാണോ ചെയ്യാറ്? ആണോ? അല്ല, മുഴുവൻ ക്ലാസ്സും കാണാറുണ്ടോ? വെരി ഗുഡ്. എല്ലാവരും യെസ്, നല്ല മക്കൾ കേട്ടോ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ബുക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 and more than 1 എന്നുള്ളത് 10 വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇട്ടിരുന്നു ഒരു വർക്ക്. വളരെ കുറച്ച് കുട്ടികൾ എഴുതി. കുറേ കുട്ടികൾ അത് കണ്ടിട്ട് പോലും ഇല്ല. ശരിയാണോ ടീച്ചർ പറയുന്നത്? ആണോ? ടീച്ചർ പറഞ്ഞത് ശരിയാണോ? ചെയ്തോ എല്ലാവരും? ഇല്ല. എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങൾക്ക് വേണ്ട അല്ലേ? നിങ്ങൾക്ക് മാർക്കൊന്നും വേണ്ട? എഴുതണ്ടേ? മാർക്ക് വേണ്ടേ? എത്ര എളുപ്പമാണ്. എസ് ചേർത്ത് ആഡ് എസ്. 1 and more than 1. All of you take your book. Open your book. Then take this page. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇത് തന്നെയാണ് ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത്. നോക്കുക എല്ലാവരും. എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? ദിസ് ഈസ് 1 apple. This is 1 apple. Then this 1 ആയതുകൊണ്ട് നമ്മൾ this ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ more than 1 ആണെങ്കിലോ these, this, these, this 1. more than 1 these. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ 1 ആണെങ്കിൽ this 1, more than 1. അപ്പം നോക്കൂ, വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? ആപ്പിൾ. 1 apple. This is 1 apple. Then how many apples are there? Count it. 1, 2, 3, 4, 5, 6. These are 6 apples. 6. ഒന്ന് കാണിക്കൂ എല്ലാവരും. 6. 1, 2, 3, 4, 5, 6. 50 വരെ പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ LKGന്ന് അല്ലേ? 6 ആപ്പിൾസ്. നോക്കൂ എത്ര ആപ്പിൾ ഉണ്ടെന്ന് അവിടെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. സേ ലൗഡ്ലി, കൗണ്ട് ലൗഡ്ലി. 1, 2, 3, 4, 5, 6. This is 1 apple. These are 6 apples. How many apples? 6 apples. Then next, this is 1 cat. ഒരു ക്യാറ്റാണ് അവിടെ ഉള്ളത്.
മോർ ദാൻ വൺ ആകുമ്പോൾ ഹൗ മെനി ക്യാറ്റ്സ്? കൗണ്ട് ഇറ്റ്. 1 2 3 4. 4 cats. 1 cat, 4 cats. 1 cat, 4 cats. 1 apple. Apples, APPLES. Then cat. Cats. How many cats are there? 4. How many cats are there? 4 cats. 1 2 3 4. നോക്കൂ, ക്യാറ്റ്സ് നിങ്ങളിങ്ങനെ നോക്കുക, കണ്ണ് തുറന്ന് തുടിച്ചിട്ട് ആണ്. നിങ്ങൾ എവിടെ എവിടെ മക്കളെവിടെ? നല്ല മക്കളെവിടെ? Then this is one elephant. ഒരൊറ്റ എലിഫൻറ്റ്. അപ്പം നോക്കൂ, ഓപ്പോസിറ്റ് സൈഡിൽ ഹൗ മെനി എലിഫൻറ്റ്സ്? 1 2 3. 3 elephants. 3 elephants. ELEPHANT. Elephant. ELEPHANTS. Elephants. 1 elephant, 3 elephants. Then this is 1 star. Star. നമ്മൾ അറ്റ് നൈറ്റിൽ നമ്മൾ സ്കൈയിലേക്ക് നോക്കിയാൽ എത്ര മെനി സ്റ്റാർസ് ട്വിങ്കിൾ പഠിച്ചിട്ടില്ലേ നമ്മൾ? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ പഠിച്ചിട്ടില്ലേ നമ്മൾ? സ്റ്റാറിനെ പറ്റിയുള്ളൊരു പോയം പഠിച്ചിട്ടില്ലേ? ഹൗ മെനി സ്റ്റാർസ് ആർ ദെയർ? കൗണ്ട് ഇറ്റ്. 1 2 3 4 5. 5 stars. How many stars? 5 stars. This is 1 star. These are 5 stars. How many stars? 5 stars. 1 star. Stars. STARS. Listen here. All of you look at the board. നോക്കൂ, 1 ഒറ്റ ഒന്നാണെങ്കിലേ നമ്മൾ എന്താ പറയുക? ദിസ്. മോർ ദാൻ 1 ആണെങ്കിൽ ദീസ്. ഒന്നാണെങ്കിൽ ഇത്, ദീസ്. ഇവയെല്ലാം ഒരുപാടെണ്ണുണ്ട്. ഇതെല്ലാം അല്ലേ? ദിസ് ഈസ് 1 ആപ്പിൾ. ദീസ് ആർ ആപ്പിൾസ്. ദിസ് ഈസ് എ ക്യാറ്റ്. These are cats. This is an elephant. These are elephants. This is a star. These are stars. These are stars. അതിവിടെ കൗണ്ട് ചെയ്തിട്ടാണെങ്കിൽ നോക്കൂ, this is 1 apple. These are 6 apples. This is 1 cat. These are 4 cats. This is 1 elephant. These are 3 elephants. This is 1 star. These are 5 stars. All of you understand? Understand? Then take this page. ഈ പേജ് എടുക്കുക. Ready? All of you ready? Cat, cats. നോക്കൂ, cat. അതായത് ഇവിടെ ടീച്ചർ എഴുതി cat, cats. Then lion. 1 lion. More than 1 ആണെങ്കിൽ എന്താ പറയുക? What do we say? Lions. Lion, lions. Lion, lions. Then what is the next picture? മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ. monkey. monkeys. monkey, monkeys. MONKEY. monkey, monkeys. monkey, monkeys. Then snake. നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ?
LKG പഠിച്ചില്ലേ? പാമ്പ്, പത്തി, പണം. സ്നേക്ക്, സ്നേക്സ്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ സ്നേക്കിനെ? അല്ല പേടിയാണോ? പേടിയാണോ? ഓ അത് ശരി. അപ്പോൾ ആർക്കും സ്നേക്കിനെ ഇഷ്ടമല്ല അല്ലേ? അപ്പം നോക്കൂ, ക്യാറ്റ്, ക്യാറ്റ്സ്, ലയൺ, ലയൺസ്, മങ്കി, monkeys. How many monkeys are there? 1 2 3 4 5. 5 monkeys. ഏത് മരമാണോ, ഏതെങ്കിലും ഒരു മരത്തിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോ എന്നുള്ളതിങ്ങനെ നോക്കി നിൽക്കുക, ആപ്പ ചാടി കയറി പറിച്ച് നാശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സ്നേക്ക്, സ്നേക്സ്. സ്നേക്കിനെ കാണുമ്പോഴേ നമുക്ക് പേടിയുണ്ടല്ലേ? ഉണ്ടോ? ഒന്നും കൂടെ നോക്കുക. ക്യാറ്റ്, ക്യാറ്റ്സ്. ഹൗ മെനി ക്യാറ്റ്സ്? 1 2 3. 3 cats. Then lion, lions. Monkey, monkeys. Snake, snakes. എല്ലാം എന്താണ്? എല്ലാം എന്താണ്? 1 and more than 1. ഒറ്റ ഒന്നാണെങ്കിൽ എസ് ചേർക്കണ്ട. മോർ ദാൻ 1 ആണെങ്കിൽ ആ വേർഡിൻ്റെ കൂടെ യു ആഡ് എസ്. ആഡ് എസ് ഓർ ഇ എസ്. ഇ എസ് ചേർക്കാനുണ്ട്. അതായത് സിംഗുലർ, സിംഗിൾ. നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുമ്പം പഠിക്കും. ഇപ്പം 1 മോർ ദാൻ 1. സിംഗിൾ ഒറ്റ ഒന്നാണെങ്കിൽ സിംഗുലർ. ദെൻ മോർ ദാൻ 1 പ്ലൂറൽ. അത് പഠിക്കും, പ്ലൂറൽ. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. 1 ആണെങ്കിൽ ആപ്പിൾ. മോർ ദാൻ 1 ആപ്പിൾസ്. ക്യാറ്റ്, ക്യാറ്റ്സ്. എലിഫന്റ്, എലിഫൻസ്. സ്റ്റാർ, സ്റ്റാർസ്. ലയൺ, ലയൺസ്. മങ്കി, മങ്കീസ്. സ്നേക്ക്, സ്നേക്സ്. നോക്കൂ, എല്ലാത്തിൻ്റെ കൂടി നമ്മൾ എന്താ ചേർക്കുന്നത്? എസ് മാത്രം. അതായത് സിംഗിൾ ഒന്നാണെങ്കിൽ എല്ലാം ഇവിടെ. മോർ ദാൻ 1 ആണെങ്കിൽ ഏത് വേർഡാണോ ഇവിടെ നിങ്ങൾക്കുള്ളത്, ഏത് വേർഡാണോ നമ്മൾ ബോർഡിൻ്റെ മുകളിൽ എഴുതിയത് അല്ലെങ്കിൽ 1 ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ വി ആഡ് എസ്. വി ആഡ് എസ്. എസ് ചേർത്ത് പറഞ്ഞാൽ അത് മോർ ദാൻ 1 ആകും. മനസ്സിലായോ? All of you understand? All of you understand? Come on, look at the board. Apple, apples. Cat, cats. Elephant, elephants. Star, stars. Lion, lions. Monkey, monkeys. Snake, snakes. Then take next page. ഈ പേജ് എടുക്കുക എല്ലാവരും. റെഡി? നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് മാച്ച് കറക്റ്റ്ലി. അവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററിലോ വേർഡും കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ വേർഡ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും എന്ത് കൊടുത്തിട്ടുണ്ട്? അതിൻ്റെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫസ്റ്റ് വേർഡ്? Look at your book. What is the first word? Take your pencil. Take your pencil also. എടുത്തോ എല്ലാവരും പെൻസിലേ? ആ പെൻസിൽ എടുത്തിട്ട് ദാ നോക്കൂ. വാട്ട് ഈസ് ദ ഫസ്റ്റ് വേർഡ്? PENS, പെൻസ്. PENS, പെൻസ്. ഇവിടെ എവിടെയാ പെന്നുള്ളത്? ഒന്ന് നോക്കി നോക്കൂ, പെന്നിൻ്റെ പിക്ചർ ഉള്ളത്. അപ്പം ദാ ഈ വേർഡ് പെൻസ് എന്നുള്ള വേർഡ്, ഫസ്റ്റ് വേർഡ് പെൻസ്. ഇവിടെ പെൻസിൽ വെക്കുക. പെൻസിൽ വെച്ചിട്ട് ഡ്രോ എ ലൈൻ. പെന്നിൻ്റെ പിക്ചറിലേക്ക് ഡ്രോ എ ലൈൻ. അണ്ടർസ്റ്റാൻഡ്? പെൻസ്, ഡ്രോ എ ലൈൻ. എന്നിട്ട് പിന്നെ പെൻസിൽ എടുക്കണ്ട, വേഗം നെക്സ്റ്റ് വേർഡ് നോക്കുക. ആൻറ്റ്. ANT, ആൻറ്റ്. ANT, ആൻറ്റ്. നോക്കൂ, ഒരു ഉറുമ്പ് സ്വന്തം നിൽക്കുന്നുണ്ട് അവിടെ ഒറ്റയ്ക്ക്. എവിടെയാ ഉള്ളത്? ഒന്ന് നോക്കൂ നിങ്ങളുടെ ബുക്കിൽ.
ആ ദാ ആൻഡിന് ഒരു ചെറിയ കുത്ത്, അതായത് ഡ്രോ എ ലൈൻ. മെല്ലെ കേട്ടോ, പെൻസിൽ കൊണ്ട് വല്ലാതെ കുത്തല്ല, പാവല്ലേ. ഡ്രോ എ ലൈൻ. ദെൻ തേർഡ് വേർഡ് ചിക്സ്. ചിക്സ്. ഇന്നലെ ആർക്കൊക്കെയായിരുന്നു ചിക്കൻ കറി? ഇന്നലെ ആരുടെ വീട്ടിലാണ് ചിക്കൻ കറി ഉണ്ടായിരുന്നോ? അതാ നോക്കൂ, CHICKS, ചിക്സ്. ഡ്രോ എ ലൈൻ, ചിക്സ്. കണ്ടില്ലേ ഇവിടെ? കണ്ടില്ലേ? ചിക്സിന് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് നോക്കൂ, മാങ്കോ. അയ്യോ, ഒരു പഴുത്ത മാങ്ങ, ഒരു റൈപ്പ് ഫ്രൂട്ട്. അൺറൈപ്പാണോ? അല്ല, മാങ്കോ. ഡ്രോ എ ലൈൻ. വല്ലാതെ കുത്തണ്ട, പെൻസിലിൻ്റെ അറ്റം കൊണ്ട് മാങ്ങ ഓട്ട വന്നാൽ ചീഞ്ഞു പോകും കേട്ടോ. ആ ദെൻ ഗേൾസ്. അവിടെ ഗേൾസ് സംസാരിക്കുക. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്, അപ്പോൾ ഫ്രണ്ട്സുകളെ കണ്ടപ്പോൾ ഭയങ്കര ടോക്കിംഗ്. ദാ ഗേൾസ്. ഡ്രോ എ ലൈൻ, ഗേൾസ്. ഫിനിഷ്. all of you finish. Then dog. ഒരു ബൗബോ ഉണ്ട് അവിടെ. ഡോഗ്. ഡ്രോ എ ലൈൻ, ഡോഗ്. നോക്കൂ, ക്ലിയർ ആണോ, കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഒന്നും കൂടെ നോക്കുക. പെൻസ്. ആൻറ്റ്. ചിക്സ്. മാങ്കോ. ഗേൾസ്. ഡോഗ്. എല്ലാവരും വരച്ചോ? എല്ലാവരും വരച്ചോ? ഗുഡ്. all of you finish? all of you finish? yes. ബിലാൽ finish? yes. then ഇത് നമ്മൾ ചെയ്തതാണ് ഈ പേജ്. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത പേജ് എടുക്കുക. ഇത് വെറുതെ ഒന്ന് വായിക്കാനാണ്. നോക്കുക, ഇത് നമ്മൾ പഠിച്ചതാ. നമ്മളൊരു വൗവൽസ് പഠിച്ചിരുന്നല്ലോ. അയ്യോ, ടീച്ചർക്ക് മറന്നുപോയല്ലോ. ആർക്കൊക്കെയോ ഓർമ്മയുള്ളത് വൗവൽസ്? സേ ദ വൗവൽസ്. വെരി ഗുഡ്. A-E-I-O-U. These are vowels. Which are vowels? Say once more. A-E-I-O-U. ഈ വവൽസ് പഠിച്ചിട്ടില്ലേ നമ്മളെ? അതിൽ നോക്കൂ, എ എന്ന സൗണ്ടിൽ വരുന്ന വവൽ, എൻ്റെ കൂടെ വേറെ ഒരു ലെറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഫസ്റ്റ് ഏതാണ്? എ ഡി. നോക്കാം, ഇത് വെറുതെ വായിച്ച് പോയാൽ മതി. നിങ്ങൾ കൂത്തിയിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് ഡോട്ട് ഇട്ടിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. ഇതിൻ്റെ മുകളിൽ കൂടെ ഈ ഡോട്ട് കംപ്ലീറ്റ് ചെയ്ത് ആ വേർഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ വേർഡ് എന്താണെന്ന് നോക്കൂ. BAD, ബാഡ്. DAD, ഡാഡ്. SAD, സാഡ്. എന്താണ്? BAD, ബാഡ്. DAD, ഡാഡ്. SAD, സാഡ്. BAG, ബാഗ്. RAG, റാഗ്. TAG, ടാഗ്. Then next, AM. RAM, റാം. DAM, ഡാം. JAM, ജാം. എല്ലാം നമ്മൾ പഠിച്ച വേർഡാണ്. പഠിക്കാത്ത വേർഡ് ഒന്നുമില്ല. AN, CAN, can. RAN, ran. MAN, man. Then താഴത്തേക്ക് നോക്കൂ. AP, CAP, cap. LAP, lap. TAP, tap. ലാപ്പൊക്കെ പഠിച്ചിട്ടില്ലേ? മടിയിലിരിക്കുന്ന അമ്മേൻ്റെ അത് തന്നെ. RAR, FAR, far. CAR, car. TAR, tar. AT, CAT, cat.
MAT mat, RAT rat. Next, AB, CAB cap, TAB tap, LAB lab. അസലായിട്ട് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കൂടി എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി ടീച്ചർ വായിക്കണോ? BAD bad, DAD dad, SAD sad, then AG, BAG bag, RAG rag, TAG tag, AM, RAM ram, DAM dam, JAM jam. ജാം എന്ന് പറയുമ്പോൾ ആർക്കൊക്കെയോ ഒരു വായിലൊരു വെള്ളം വരുന്നുണ്ടോ? ബ്രെഡും ജാമും. CAN can, RAN ran, MAN man. Then AP, CAP cap, LAP lap, TAP tap. Then AR, FAR far, CAR car, TAR tar. Then AT, CAT cat, MAT mat, RAT rat. ഏതെങ്കിലും ഒരു പഠിക്കാത്ത വീടുണ്ടോ? ഇല്ല. CAB cap, TAB tap, LAB lab. ഇനി നോക്കൂ, ടേക്ക് ദിസ് പേജ്. ഇപ്പം നമ്മൾ 1 ആൻഡ് മോർ ദാൻ 1 പഠിച്ചില്ലേ? അതിൽ 1 വരികയാണെങ്കിൽ എന്താ പഠിച്ചത്? ദിസ്. ഓർക്കുന്നുണ്ടോ? ദിസ്. നമ്മളുടെ അടുത്ത് നിയർ ആണെന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ. ദിസ് ഈസ് എ പെൻ. ദിസ് ഈസ് എ പെൻ. നിങ്ങളടുത്താണെങ്കിൽ ടീച്ചർ എന്താ പറയുക? നിങ്ങൾ ടീച്ചർ തൊട്ടടുത്താണോ? കുറച്ച് മുന്നിലല്ലേ ഇരിക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് എ പെൻസിൽ, ഓർ ദാറ്റ് ഈസ് എ ബോയ്, ഓർ ദാറ്റ് ഈസ് എ ഗേൾ. നിയർ തൊട്ടടുത്താണെങ്കിൽ ദിസ്, അകലെയാണെങ്കിലോ ദാറ്റ്. അല്ലേ? ദിസ് ഈസ് എ ടേബിൾ, ദാറ്റ് ഈസ് എ ഡെസ്ക്, ഓർ ദാറ്റ് ഈസ് എ ബെഞ്ച്. നിങ്ങൾ ഇരിക്കുന്നത് അകലെയല്ലേ? അപ്പം അടുത്തുള്ളതാണെങ്കിൽ ദിസ്, കുറച്ചകലെയാണെങ്കിൽ നിയറും ഫാറും പഠിച്ചിട്ടില്ലേ? നിയർ ആണെങ്കിൽ ദിസ്, ഫാർ ആണെങ്കിൽ ദാറ്റ്. ഓർക്കുന്നുണ്ടോ നിയറും ഫാറും പഠിച്ചത്? ഗുഡ് സ്റ്റുഡൻസ്. നോക്കുക, ദിസ് ഈസ് എ ബോൾ, ദിസ് ഈസ് എ ബാൾ, ദാറ്റ് ഈസ് ആൻ ആപ്പിൾ. നോക്കൂ, ബോള് തൊട്ടടുത്ത്, ആപ്പിളോ കുറച്ചകലെ, കുറച്ച് ദൂരെ, കുറച്ച് ഫാർ. നോക്കൂ, ബോൾ നിയർ, ആപ്പിൾ ഫാർ. അപ്പം നിയർ ആയിട്ടുള്ള തിങ് ആണെങ്കിൽ ദിസ് ഈസ് എ ബോൾ, ദെൻ ദാറ്റ് ഈസ് എ ആൻ ആപ്പിൾ, ദാറ്റ് ഈസ് ആൻ ആപ്പിൾ. ദിസ് ഈസ് എ ഡോൾ. പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പാവക്കുട്ടി. ദാറ്റ് ഈസ് എ കാർ. അച്ഛൻ്റെ കാർ എവിടെയാണ് നിർത്തല്? കാറ് വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിലാണോ? ബെഡ്റൂമിലാണോ? അല്ല, കാർ ഷെഡിൽ, ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹൗസ് അല്ലേ? ഒരു കാർ ഷെഡ് ഉണ്ടാവും, അല്ലേ പോർച്ചിൽ അല്ലേ? അപ്പം നോക്കൂ, ദിസ് ഈസ് എ ഡോൾ. പാവക്കുട്ടീനെ കയ്യിൽ വെച്ചിട്ട് സാഫ്രോൺ പറയാണ് ദിസ് ഈസ് എ ഡോൾ. അപ്പോൾ എന്താ പറയുന്നത്? അനശ്വർ എന്താ പറയുന്നത്? അല്ല, ദാറ്റ് ഈസ് എ കാർ അല്ലേ? അടുത്തത് നോക്കൂ, ദിസ് ഈസ് എ ഡോഗ്, ദാറ്റ് ഈസ് എ കെന്നൽ. ഡോഗിനെ എവിടെയാ നിങ്ങൾ ഇടുക? അടുക്കളയിലാണോ? ബെഡ്റൂമിലാണോ? വരാന്തയിലാണോ? അല്ല, ഡോഗിന് നമ്മളൊരു ചെറിയ കൂട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്, കെന്നൽ. ഡോഗിനെ പുറത്തേക്ക് വിട്ട്, അപ്പോൾ ഡോഗ് എവിടെ നിൽക്കുന്നുണ്ട്?
പോർച്ചിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് നമ്മൾ ദിസ് ഈസ് എ ഡോഗ് ദാറ്റ് ഈസ് എ കെന്നൽ. ആ ഡോഗിൻ്റെ കൂട് കുറച്ച് അകലെയാണ് വെച്ചിരിക്കുന്നത്. വരാന്തയിൽ നമ്മളെ മുറ്റല്ലേ, മുറ്റത്തെ കോട്ടിയാടിൽ കുറച്ച് അകലെയാണ് വെച്ചിരിക്കുന്നത് ഡോഗിനെ. അല്ലാണ്ട് ഡോഗിനെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുമോ? ഇല്ല. ഹൂ ഗാർഡ്സ് അവർ ഹൗസ്? ഹൂ ഗാർഡ്സ് അവർ ഹൗസ്? നമ്മളെ വീട് നോക്കുന്നത് ആരാണ്? ഏതെങ്കിലും അറിയാത്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു ബെഗർ, ആരെങ്കിലും നമ്മളെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ്, അറിയാത്ത ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആരാണ് കുരച്ച് നമ്മളെ അറിയിക്കുക ആരോ വരുന്നുണ്ട് എന്നുള്ളത്? ആരാ? ഡോഗ്. ഡോഗ് ഗാർഡ്സ് അവർ ഹൗസ്. നമ്മളുടെ വീട് കാക്കുന്നത് ആരാണ്? ഡോഗ്. അപ്പോൾ നോക്കൂ, അതുകൊണ്ടാണ് ദിസ് ഈസ് എ ഡോഗ് ദാറ്റ് ഈസ് എ കെന്നൽ. കെന്നൽ, ഹോം ഓഫ് ആനിമൽസ്. ഡോഗിൻ്റെ ഹോം ഏതാണ്? കെന്നൽ. ദിസ് ഈസ് എ ബോയ് ദാറ്റ് ഈസ് എ ഗേൾ. ടീച്ചർ അടുത്തുള്ള ബെഞ്ചിൽ ഇരിക്കുന്നത് ദിസ് ഈസ് എ ബോയ്. ഗേൾസ് അകലെയാണ്. ദാറ്റ് ഈസ് എ ഗേൾ. ദിസ് ഈസ് എ പെൻ. ദാറ്റ് ഈസ് എ പെൻസിൽ. മനസ്സിലായോ? അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ദിസ് നിയർ. നിയർ ആണ്, നമ്മൾ അടുത്താണ് എങ്കിൽ നമ്മൾ എന്താ പറയുക? ദിസ്. ഫാർ ആണെങ്കിൽ ദാറ്റ് അല്ലേ? ഫാർ ആണെങ്കിൽ എന്താ പറയുക? ദാറ്റ്. നോക്കൂ, ലുക്ക് അറ്റ് യുവർ ബുക്ക്. ദിസ് ഈസ് എ ബോൾ ദാറ്റ് ഈസ് ആൻ ആപ്പിൾ. ദിസ് ഈസ് എ ഡോൾ ദാറ്റ് ഈസ് എ കാറ്റ്. ദിസ് ഈസ് എ ഡോഗ് ദാറ്റ് ഈസ് എ കെന്നൽ. ദിസ് ഈസ് എ ബോയ് ദാറ്റ് ഈസ് എ ഗേൾ. മനസ്സിലായോ? ദിസ് ഈസ് എ ഡോൾ. പാവക്കുട്ടീനെയും കയ്യിൽ പിടിച്ചിട്ട് വരാന്തയിൽ നിൽക്കുന്നുണ്ടല്ലോ. ആര്? ആരാ? മിൻഹ. ദാറ്റ് ഈസ് എ കെന്നൽ. അതിൻ്റെ മുകളിലോളൂ. ദിസ് ഈസ് എ ഡോൾ. ഡോളിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡോളിനെ പിടിച്ച് നിന്നപ്പോഴത്തേക്ക് ആര് വന്നു? ആരാ കാറിൽ വന്നാൾ? അച്ഛൻ അല്ലേ? അപ്പോൾ ഓടിപ്പോയിട്ട് വരും, അമ്മയോട് പറയുക ദാറ്റ് ഈസ് എ കാർ. അതാ കാറ് വരുന്നുണ്ട് എന്ന്. ദാറ്റ് ഈസ് എ കാർ. ദിസ് ഈസ് എ ഡോൾ ദാറ്റ് ഈസ് എ കാർ. ദിസ് ഈസ് എ ഡോഗ് ദാറ്റ് ഈസ് എ കെന്നൽ. ഹോം ഓഫ് എ ഡോഗ്, കെന്നൽ അല്ലേ? നോക്കുക കേട്ടോ, ഒന്നുകൂടെ നോക്കുക. ദിസ് ഈസ് എ ബോൾ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എന്താണ് പോയിൻ്റർ ഫിംഗർ നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് എന്ന് വെച്ചാൽ ആ ലൈനിൻ്റെ ആ ചിത്രത്തിൻ്റെ അടുത്ത് വെക്കണം. ദിസ് ഈസ് എ ബോൾ ദാറ്റ് ഈസ് ആൻ ആപ്പിൾ. ആൻ ആപ്പിൾ. ദിസ് ഈസ് എ ഡോൾ ദാറ്റ് ഈസ് എ കാർ. ദിസ് ഈസ് എ ഡോഗ്. ഹൂ ഗാർഡ്സ് അവർ ഹൗസ്? ഡോഗ്. ദാറ്റ് ഈസ് എ കെന്നൽ. ഹോം ഓഫ് എ ഡോഗ്, kennel. This is a boy. That is a girl. ഒന്നും അതിൽ നിങ്ങൾ പഠിക്കാത്ത ഒരു വേർഡ് പോലും ഇല്ല. ദിസും ദാറ്റും മാത്രം. അതും പഠിച്ചതാണ്, എന്നാലും അത് മാത്രമേ ഉള്ളൂ. ബാക്കി ബോൾ, ആപ്പിൾ, ഡോൾ, ഡോഗ് എല്ലാം പഠിച്ച വേർഡ്സാണ്. ദെൻ ടേക്ക് നെക്സ്റ്റ് പേജ്. എടുത്തോ എല്ലാവരും? All of you take your pencil also. പെൻസിലും കൂടി എടുക്കുക. നോക്കൂ, ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് സർക്കിൾ ദിസ് ഓർ ദാറ്റ്. ദിസ് ആണോ ദാറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർക്കിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുണ്ടാക്കി കൊടുക്കുക. നമ്മൾ കൂടുണ്ടാക്കി കൊടുത്തിട്ടില്ലേ? ദിസ്, ദിസ്, ദാറ്റ്. അതിനൊരു കൂടുണ്ടാക്കുക. ദിസ് ആണെങ്കിൽ അതിനൊരു കൂടുണ്ടാക്കുക. എങ്ങനെയാണ്? നോക്കൂ, വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? ദിസ്, ദാറ്റ് ഈസ് എ ഫ്ലവർ. നിയർ ആണെങ്കിൽ, നമ്മൾ അടുത്തുള്ളതാണെങ്കിൽ നമ്മൾ ഏതാ എഴുതേണ്ടത്?
ഏതാ പറയേണ്ടത്? ദിസ്. അപ്പം നോക്കൂ, ഇവിടെ നോക്കുക എല്ലാവരും. ആദ്യം ടീച്ചറെ നോക്കുക, എന്നിട്ട് ഇതാ നോക്കൂ. ദിസ് ദാറ്റ് ഈസ് എ ഫ്ലവർ. ഫ്ലവർ നമ്മളുടെ നിയറാണ്, അടുത്താണ് ഫ്ലവർ. അപ്പം നമ്മൾ ഏത് കൂടിൻ്റെ ഉള്ളിലാക്കണം? THIS, ദിസ് കൂടിൻ്റെ ഉള്ളിലാക്കാം. ആ ദിസ്സിനെ ഒരു കൂടിൻ്റെ ഉള്ളിലാക്കിക്കോളൂ കേട്ടോ എല്ലാവരും. റെഡി? കൂടുണ്ടാക്കിയോ? ആർക്കാ കൂടുണ്ടാക്കി കൊടുത്തത്? നമ്മളുടെ ഫ്ലവർ നമ്മൾ അടുത്താണ്, അതുകൊണ്ട് നിയർ ആയതുകൊണ്ട് ദിസ്സിന് ഒരു കൂടുണ്ടാക്കി കൊടുത്തു. ഓൾ ഓഫ് യു ഫിനിഷ്. രണ്ടിനും വരയ്ക്കരുത് കേട്ടോ, ദിസ്സിന് മാത്രം. ഫിനിഷ് ഓൾ. ദെൻ നെക്സ്റ്റ് വേഗം അടുത്ത ആ സെൻറ്റൻസിൻ്റെ അടുത്തേക്ക് വെച്ചോളുക, പെൻസിലും കയ്യും ആ വിരലും ഒക്കെ. ദിസ് ദാറ്റ് ഈസ് എ ട്രീ. ട്രീ എവിടെയാണ് ഉണ്ടാവുക? നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ? ഇല്ല. ട്രീ കുറച്ച് അകലെയാണ്, ഫാറാണ്. അപ്പം നമ്മൾ ഏതാ ചേർക്കേണ്ടത്? പറയൂ, ഏതാ ചേർക്കേണ്ടത്? ഫാറാണെങ്കിൽ ദിസ് ആണോ ദാറ്റാണോ? ഏയ് വെരി ഗുഡ്, ദാറ്റ്. യെസ് യെസ്, ഗിവ് എ ക്ലാപ്പ്. ദാറ്റ് അല്ലേ? അപ്പം നോക്കൂ, ദാറ്റ് എവിടെ? THAT. ദിസ് അല്ല, THAT, ദാറ്റ്. ദാറ്റിനെ ഒരു കൂടിൻ്റെ ഉള്ളിലാക്കി. നോക്കൂ, ദാറ്റ്, THAT, ദാറ്റ്. ദാറ്റ് ഈസ് എ ട്രീ. ഫിനിഷ്. ദെൻ നെക്സ്റ്റ്, ദിസ് ദാറ്റ് ഈസ് എ ക്യാപ്പ്. ക്യാപ്പ് നമ്മളുടെ നിയറാ, ക്യാപ്പ് നമ്മളെ നിയറല്ലേ കിടക്കുന്നത് ക്യാപ്പ്. അപ്പോൾ അത് ഏതാണ് നമുക്ക് കൂട്ടിനുള്ളിലാക്കേണ്ടത്? ഏതിനെയാണ്? ദിസ്. അതായത് THISനെ കൂട്ടിനുള്ളിലാക്കി. THIS 1 2 3 മൂന്നാമത്തതാണ് കേട്ടോ. ദിസ് ദാറ്റ് ഈസ് എ ക്യാപ്പ്. അതിൽ നമ്മൾ ദിസ്സിനെ കൂടിനുള്ളിലാക്കി. റെഡിയായോ? ദെൻ നെക്സ്റ്റ് വേഗം താഴത്തേക്ക് വിരൽ വെച്ചോളുക. എന്നിട്ടോ, ദിസ് ദാറ്റ് ഈസ് എ ബേർഡ്. ബേർഡ് കുറച്ച് ദൂരെയാണ്. ബേർഡ് എവിടെയാണ്? ബേർഡ് മരത്തിൻ്റെ മുകളിൽ ഇരിക്കുക, ഓൺ ദ ട്രീയാ അല്ലേ? അപ്പോൾ ബേർഡ് നോക്കൂ, ഒരു ട്രീയിലായിരിക്കുന്നത്, ട്രീൻ്റെ ഒരു കമ്പിൽ, ബ്രാഞ്ചിൽ. അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദിസ്സാണോ ദാറ്റാണോ? ഫാറാണ്, ഫാർ. ദാറ്റ്. നോക്കൂ, ദാറ്റിനെ മാത്രം ടീച്ചറിന് ഇങ്ങനെ മെല്ലെ ഒരു കൂടുണ്ടാക്കി കൊടുത്തു. കണ്ടോ? ആദ്യത്തേത് ഏതാ കൂട്? THIS, ദിസ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ THAT, ദാറ്റ്. ദെൻ തേർഡ് വൺ THIS, ദിസ്. ദെൻ ഫോർത്ത് വൺ THAT, ദാറ്റ്. അതായത് നിയർ ആണെങ്കിൽ നമ്മൾ THIS, ദിസും, ഫാർ ആണെങ്കിൽ THAT, ദാറ്റുമാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ എല്ലാവർക്കും? ഇനി തൊട്ട് താഴെ നോക്കുക. അതിൻ്റെ തൊട്ട് താഴെ എന്താണ് പറയുന്നത്? ആ ഒരു ഗേളാണ് പറയുന്നത്. എന്തേ? ഗേള് ചോദിക്കുക, ദ പിക്ചർ സർക്കിൾ ദിസ് ഓർ ദാറ്റ്, ആസ്ക് ദം ടു ഒബ്സർവ് ദ പിക്ചർ. ഒബ്സർവ് ചെയ്യുക, പിക്ചർ ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഒന്ന് നോക്കി നോക്കൂ. ആ ഗേളുണ്ടല്ലോ, രണ്ട് ഭാഗം മുടിയൊക്കെ കെട്ടിയിട്ട്, അതാ പിന്നെ മിൻഹ മെഹറിൻ്റെ മാതിരി രണ്ട് ഭാഗം മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ഗേള് തൊട്ടടുത്ത്, ഗേളിൻ്റെ തൊട്ടടുത്ത് കാലിൻ്റെ അടുത്തുള്ളത് ആരാ? കാലിൻ്റെ അടുത്ത് നിൽക്കുന്ന അനിമൽ ആരാ? ഡോഗ്. അപ്പോഴും നോക്കൂ, നിയറാണ്, നിയർ, കാലിൻ്റെ അടുത്ത്. എന്നാൽ നമുക്ക് നോക്കൂ, ദ ഡാഷ് ഈസ് എ ഡോഗ്. ഇവിടെ ഗേളിൻ്റെ അടുത്തുള്ള ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ എന്തെഴുതണം നമുക്ക്? THIS, ദിസ്. അവിടെ നമുക്ക് എഴുതേണ്ടത് എന്താണ്? THIS,
ദിസ് നിയർ ആയതുകൊണ്ട് അടുത്തായതുകൊണ്ട് ഇവിടെ നിങ്ങൾ എഴുതുക THIS ദിസ്. എഴുതിയോ? അടുത്ത് നോക്കൂ, ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്ത്? ആ ട്രീൻ്റെ മുകളിൽ ആരാ ഉള്ളത്? വേഗം പറയൂ, ആ ട്രീൻ്റെ മുകളിൽ ആരാ? മങ്കി. അപ്പൊ പറയാനേ ദാറ്റ് ഈസ് എ മങ്കി. എന്താ എഴുതേണ്ടത്? ദാറ്റ് ഈസ് എ മങ്കി. എന്താ എഴുതണം? ദാറ്റ്. എന്താ എഴുതേണ്ടത്? ദാറ്റ്. THAT ദാറ്റ്. എവിടെ എഴുതണം ദാറ്റ്? ഈ ഗേള് നിൽക്കുന്നില്ലേ? ഈ ഗേള് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ദാറ്റ്. ഹിയർ ദാറ്റ്. THAT ദാറ്റ്. ഹിയർ THIS ദിസ്. എവിടെയാണ് ദിസ് എഴുതേണ്ടത്? ഈ ഗേളിൻ്റെ നോക്കൂ, ഈ തലമുടി കെട്ടി വെച്ചിട്ടില്ലേ, അതിൻ്റെ അടുത്ത് എഴുതുക THIS ദിസ്. ഇവിടെ എഴുതുക THAT ദാറ്റ്. ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ടീച്ചർ പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാ ഇവിടെ ഗേളിൻ്റെ അടുത്ത് നിയർ ആണെങ്കിൽ നമ്മൾ എന്തെഴുതണം? THIS ദിസ്. ഫാർ ആണെങ്കിൽ, ദൂരെ അകലെയാണെങ്കിൽ എന്തെഴുതണം? THAT ദാറ്റ്. മങ്കി കുട്ടിയുടെ അടുത്താണോ? അല്ല, ഫാർ. അതുകൊണ്ട് നമ്മളിവിടെ ദാറ്റും ഇവിടെ ദിസും. മനസ്സിലായോ എല്ലാവർക്കും? ഓൾ ഓഫ് യു ഫിനിഷ്? എന്തോ അവിടെ ഒരു സംശയം ഉണ്ടല്ലോ, ഒരു സംസാരം ഉണ്ടല്ലോ. ഡോണ്ട് ടോക്ക്. മനസ്സിലായില്ലേ? ഒന്നും കൂടെ നോക്കിക്കോളൂ. ഈ ഗേളിൻ്റെ തലമുടി കെട്ടിവെച്ചില്ലേ, അതിൻ്റെ അടുത്ത് ഇവിടെ THIS ദിസും ഇവിടെ THAT ദാറ്റ്. ദിസ് ഈസ് എ ഡോഗ്. ദാറ്റ് ഈസ് എ മങ്കി. കുട്ടി പോയിന്റ് ചെയ്തിട്ട് പറയുക ആ ഗേള്. നോക്കൂ, ദിസ് ഈസ് എ ഡോഗ്. ദാറ്റ് ഈസ് എ മങ്കി. All of you finish? All of you finish? Or stand? Sit. Stand. Hands up. Hands down. Hands up. Hands down. Clap and jump. ഒന്ന് ശരിക്കൊന്ന് ചാടും നോക്കട്ടെ. യെസ്, സിറ്റ് ഡൗൺ. മനസ്സിലായോ ടീച്ചർ ഇന്ന് പറഞ്ഞു തന്നതൊക്കെ? എടുത്തത് മനസ്സിലായോ? തൊട്ടടുത്ത്, അതായത് നിയർ ആണെങ്കിൽ ദിസ്, ഫാർ ആണെങ്കിൽ ദാറ്റ്. നിർബന്ധമായിട്ട് നിങ്ങൾ ദിസും ദാറ്റും സ്പെല്ലിങ് എഴുതി പഠിക്കണം കേട്ടോ. ലെസൺ വായിക്കണം. റീഡ് യുവർ ലെസൺസ് വെൽ. ഒരു 5 times എങ്കിലും വായിക്കുക, റീഡ് ചെയ്യണം. റീഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വേർഡ് എവിടെ കണ്ടാലും നമുക്ക് കണ്ടോ വായിച്ച് ഞാൻ പഠിച്ചു എന്ന് പറയും. എന്നിട്ട് ഒരു 5 times എഴുതി ഒക്കെ. ബാക്കി ബോൾ, ആപ്പിൾ, ഡോൾ, കാർ അതൊക്കെ നിങ്ങൾ പഠിച്ച വേർഡ്സാണ്. അതൊന്നും പഠിക്കാൻ വിഷമമില്ല. THIS ദിസ് 5 times എന്നിട്ട് പറഞ്ഞ് പഠിക്കുക. THAT ദാറ്റ്, ദിസ്, ദാറ്റ്. All of you understand? ഓ, മനസ്സിലായോ എല്ലാവർക്കും? ദെൻ പറയൂ, ടീച്ചർക്ക് എന്താ പറയേണ്ടത്? ഓ, താങ്ക് യു മിസ്, വെരി ഗുഡ്. ബൈ ബൈ. ഓക്കേ.